മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ പല്ലന കുമാരകൂടിയിലെ കുമാരനാശാൻ സ്മൃതി മണ്ഡപത്തിന്റെ ഇന്നത്തെ അവസ്ഥ തീർത്തും പരിതാപകരം. സ്മൃതി മണ്ഡപത്തിന്റെ സംരക്ഷകർക്ക് ശമ്പളം മുടങ്ങിയതോടെ മണ്ഡപം നാഥനില്ലാ കളരിയായി മാറി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത സ്മൃതി മണ്ഡപം അറ്റകുറ്റപ്പണികൾ നടത്താതെ നാശോന്മുഖമായ അവസ്ഥയിലാണ് ഇപ്പോൾ. 1924 ജനുവരി 16 അർദ്ധരാത്രിയിലാണ് ബോട്ട് അപകടത്തിൽ ആലപ്പുഴ പല്ലനയാറ്റിൽ വെച്ച് മഹാകവി കുമാരനാശാൻ മരണപ്പെടുന്നത്. മകരമാസം 3 അർദ്ധരാത്രി ഉണ്ടായ ആ അപകടത്തിൽ പൊലിഞ്ഞ കുമാരനാശാനുള്ള ആദരസൂചകമായി എല്ലാ കൊല്ലവർഷവും മകരം 3-നും 4-നും കുമാരനാശാൻ അനുസ്മരണം ഗംഭീരമായി ആലപ്പുഴ പല്ലന കുമാരകോടിയിൽ നടത്തി വന്നിരുന്നു. എന്നാൽ ഈ സംവിധാനമൊന്നാകെ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തതോടെ എല്ലാം പ്രഹസനമായി മാറുകയായിരുന്നു. ഈ കഴിഞ്ഞ ഭരണസമിതിക്കാരൊന്നും യാതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം കാട് കയറി കിടക്കുവാണ്. പാമ്പ് കയറിയിരുന്നാൽ പോലും അറിയത്തില്ല. എൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, അവിടെയും ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയോ അങ്ങനെ നോക്കാനോ ഒന്നും ആരുമില്ല ഇവിടെ. മെയിൻ്റനൻസ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് യാതൊരു മെയിൻ്റനൻസും നടക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന സ്മാരകം പൊളിച്ച് 4,81,00,000 രൂപയ്ക്ക് പുതിയ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചെങ്കിലും അതിനോടും സർക്കാർ കാട്ടിയത് കടുത്ത അവഗണനയും അനാസ്ഥയുമായിരുന്നു. ഇതൊരു നല്ലൊരു സ്മാരകമായിരുന്നത്. പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം അത് വിളിച്ചിട്ട് 4,81,00,000 രൂപയ്ക്കാണ് ഈ കാണിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നുണ്ടോ? വരുന്നവരെന്ത് ബുദ്ധിമുട്ടാണ് ഈ ചൂട് സമയത്ത് വന്നിട്ട് നിൽക്കാൻ പോലും ഇല്ല. ലൈൻമാരെടുത്ത് വെച്ചിട്ടുണ്ട്, AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ലൈനില്ല എന്നിട്ട് എന്താ കാര്യം? സാറിനെ നോക്കുമ്പോൾ കാണുന്ന ദുരാസ കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ? ഇവിടെ 3 ജീവനക്കാരെ നോക്കി നടത്തിപ്പിന് നിയോഗിച്ചെങ്കിലും 1 മാസത്തെ ശമ്പളം പോലും അവർക്ക് നൽകിയില്ല. 16 മാസം ശമ്പളം തരാതെ വന്നപ്പോൾ ഞാൻ താക്കോൽ കൊണ്ടുവന്ന് സെക്രട്ടറിയുടെ തിരിച്ചു കൊടുത്തു. അവർ ഒന്നും പറയുന്നില്ല. നമ്മൾ ജോലി ചെയ്ത് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം താക്കോൽ കൊടുത്തപ്പോൾ അങ്ങ് വാങ്ങിച്ചു. ശമ്പളത്തിൻ്റെ കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. ചോദിക്കുമ്പോഴൊക്കെ ഇല്ല എന്നാണ് പറയുന്നത്. സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനോട് ചേർന്ന് സ്ഥാപിച്ച കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാലയുടെയും ഓഡിറ്റോറിയത്തിൻ്റെയും അവസ്ഥ തീർത്തും ദയനീയമാണ്. മഹാകവി കുമാരനാശാനെയും അദ്ദേഹത്തിൻ്റെ ആരാധകരെയും ഇത്ര കണ്ട് അവഗണിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത്. ഇത് തിരുത്താൻ VD സതീശൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.